നോയ്സിന്റെ Colorfit Ultrabuzz എന്ന് പറഞ്ഞ മോഡലാണിത്. ഇതിന്റെ പ്രധാന സംഭവമായിട്ട് അവർ പറയുന്നത് എന്താ അറിയോ, ബ്ലൂടൂത്ത് കോളിംഗ് ഫെസിലിറ്റി ഉണ്ട് അത്രേ. അതായത് ഇൻബിൽഡ് ആയിട്ട് മൈക്ക് ഉണ്ട്, സ്പീക്കർ ഉണ്ട്, അങ്ങനെ ദയനീയം. ഇതൊക്കെ ഇപ്പൊ ഏകദേശം ഇറങ്ങുന്ന എല്ലാ സ്മാർട്ട് വാച്ചിലും ഉണ്ടടേ. അത് തന്നെയാണ് ഞാനും പറഞ്ഞു വരുന്നത്. ഈ ഒരു കോളിംഗ് ഫീച്ചർ എന്ന് പറഞ്ഞ വലിയ സംഭവം ഒന്നുമല്ല. ഒരുമാതിരിപ്പെട്ട സ്മാർട്ട് വാച്ചിലൊക്കെ ഇത് വരുന്നുണ്ട്. പക്ഷെ ഇതിന് ക്യാഷ് വളരെ കുറവാണ്. ഏത് അത് തന്നെയാണല്ലോ നമുക്കും വേണ്ടതല്ലേ. ക്യാഷ് കുറയണം, ഒരുപാട് ഫീച്ചർ വേണം. അപ്പോൾ ഈ പറഞ്ഞ ക്യാഷിനുള്ള സംഭവങ്ങളൊക്കെ ഇതിലുണ്ടോ, പിന്നെ അഡീഷണൽ ആയിട്ട് എന്തൊക്കെ ഫീച്ചറാണ് ഇവർ നൽകുന്നത്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൊള്ളാമോ എന്നുള്ളതൊക്കെ ഒന്ന് നമുക്കൊന്ന് നോക്കാം. ഹലോ ദിസ് ഇസ് വാസ് യു വാച്ചിങ് അഡോബിക്സ്. അപ്പോൾ ഇതിൽ ഈ പ്രധാനമായിട്ട് പറയുന്ന ഈ ഒരു ബ്ലൂടൂത്ത് കോളിംഗ് ഫെസിലിറ്റി, അതായത് ഒന്നുമില്ല, നമ്മളെ ഫോണിലേക്ക് കോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് തന്നെ അറ്റൻഡ് ചെയ്യാം, ഇതിൽ നിന്ന് തന്നെ സംസാരിക്കാം, അവർ പറയുന്നത് നമുക്ക് ഇതിൽ നിന്ന് തന്നെ കേൾക്കാനും സാധിക്കും. ഇത് എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പെട്ട ഒരാളോട് തന്നെ ചോദിച്ചു നോക്കിയാലോ. അത് നല്ലൊരു ഐഡിയ ആണല്ലേ. കാരണം നമ്മൾ വലിയ ചിലപ്പോൾ ബ്രാൻഡൊക്കെ ഇങ്ങനെ തന്നിട്ട് നമ്മൾ പൊക്കി ഇങ്ങനെ പറയും. അപ്പോൾ അതിന് പകരം അവരോട് തന്നെ ചോദിച്ചു നോക്കാം. അപ്പോൾ ജസ്റ്റ് എൻ്റെ വാട്സപ്പിലൊക്കെ വന്ന ഒരു നമ്പറിലേക്ക് ഞാൻ ജസ്റ്റ് ഒന്നാണ്ട് കോൾ ചെയ്യുകയാണ്. ഫവാസാണ് അഡോബിക്സ് നിന്ന്. അറിയോ? ഞാനിപ്പോ വിളിക്കുന്നതേ ഒരു സ്മാർട്ട് വാച്ച് നിന്നാണ്. അപ്പൊ അതിന്റെ ഒരു ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ചോദിക്കാൻ വേണ്ടി വിളിച്ചാ. ഞാനീ പറയുന്നൊക്കെ കേൾക്കുന്നുണ്ടോ ശരിക്ക്? ഓക്കെ. അപ്പൊ ഞാനൊരു സബ്സ്ക്രൈബറോട് തന്നെ അതിന്റെ ഒരു അഭിപ്രായം ചോദിക്കാന്ന് വിചാരിച്ചു. ബ്രോന്റെ പേരെന്താ? അപ്പോ സന്തോഷായില്ലേ? സംഭവം നല്ല ക്ലിയറിൽ കേൾക്കുന്നുണ്ടല്ലേ? അപ്പൊ എന്തായാലും വീഡിയോയിൽ കാണാം. ഓക്കെ, യെസ്. അപ്പൊ നിങ്ങളിൽ പെട്ട ഒരാൾക്ക് തന്നെ വിളിച്ചിട്ട് ഒരു അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇതിനെ കുറിച്ച് ഇനി പൊക്കി അടിച്ച് ബ്രാൻഡ് അത് തന്നതുകൊണ്ട് ചിലപ്പോൾ പൊക്കി അടിച്ച് പറഞ്ഞാലോ അല്ലേ. ഈ ഒരു കോളിംഗ് ഫെസിലിറ്റിയുടെ ക്ലിയർ ഒന്നുകൂടെ ഡീപ്പായിട്ട് ചെക്ക് ചെയ്യാനുണ്ട്. അത് നമുക്ക് വീഡിയോയിൽ കറക്റ്റ് ആയിട്ട് നോക്കാം. സാധാരണ ഒരു റിവ്യൂ ചെയ്യുന്ന സമയത്ത് അല്ലേ അൺബോക്സിംഗ് ഇല്ലാഞ്ഞൊരു രസമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ട് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതേപോലെ ഒരു ബോക്സിലാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതിന്റെ ബാക്ക് ഭാഗത്തായിട്ട് ഹൈലൈറ്റ് ഫീച്ചേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പൗസ് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ കിട്ടുന്ന കുറച്ച് സ്ഥിരം പരിപാടി, കുറച്ച് സ്റ്റിക്കേഴ്സ് ആണ്. അതിനുശേഷം നമുക്ക് വാറണ്ടി കാർഡ് കിട്ടുന്നുണ്ട്, പിന്നെ യൂസർ മാനുവൽ കിട്ടുന്നുണ്ട്. ജസ്റ്റ് വായിച്ചൊക്കെ വെറുതെ ഇരിക്കുന്ന സമയത്ത് പഠിക്കാം. അതിനുശേഷം നമുക്ക് ചാർജിങ് കേബിൾ കിട്ടുന്നുണ്ട്. പിന്നെന്താ മെയിൻ ഡിവൈസ് ആയിട്ടുള്ള Colorfit Ultrabuzz എന്ന് പറഞ്ഞ സ്മാർട്ട് വാച്ചും നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു ബോക്സിൽ ലഭിക്കുന്നത്. ബിൽഡ് ആൻഡ് ഡിസൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിസൈനിലാണ് ഇത് കാണുന്നത്. കണ്ടില്ലോ, സാധാരണ ഒരു വാച്ചിന്റെ ലുക്കൊക്കെ നമുക്ക് എന്തായാലും ഉണ്ട്. ഫുള്ളി പ്ലാസ്റ്റിക് മെറ്റീരിയൽ കൊണ്ടാണ്. കണ്ടാലും നമുക്ക് വലിയ മെറ്റൽ കൊണ്ടാണ് മെയ്ഡ് ചെയ്തിട്ടൊന്നും ഫീൽ ചെയ്യില്ല. എനിക്ക് അങ്ങനെയൊന്നും ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ഒരു വലിയ പ്രീമിയം ക്വാളിറ്റി ഒന്നും പറയാൻ പറ്റില്ല. ആ ഒരു റേഞ്ചിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ കയ്യിലൊക്കെ ഇങ്ങനെ കെട്ടി കാണുമ്പോൾ കുഴപ്പമൊന്നുമില്ലാത്ത ലുക്കൊക്കെ ഉണ്ട്. പിന്നെ ഇതിന് കുറച്ച് ലുക്കും ക്വാളിറ്റി ഒക്കെ തോന്നാൻ കാരണം ഇതിന് 5D കർവ്ഡ് ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല ഇതിന്റെ സൈഡിലായിട്ട് വലിയ ബൾക്കി അല്ലാത്ത ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതിന്റെ തൊട്ടടുത്തതിനായിട്ട് ഒരു ഹോള് കാണാം, അതാണ് മൈക്ക്. പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് എഗെയിൻ നിങ്ങൾക്ക് 2 ഹോൾസ് കാണാം, അതാണ് സ്പീക്കർ വരുന്നത്. പിന്നെ ബാക്ക് സൈഡിലായിട്ട് സാധാരണ പോലെ തന്നെ ചാർജിങ് പോയിന്റും സെൻസറും കൊടുത്തിട്ടുണ്ട്. 22 mm വരുന്ന അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ഉള്ള അല്ലെങ്കിൽ കാണാൻ കൊള്ളാവുന്ന ഒരു സ്ട്രാപ്പാണ് കൊടുത്തിട്ടുള്ളത്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു നമ്മളെ ബാൻഡിനൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ, ആ ഒരു രീതിയിലുള്ള ഒരു സ്ട്രാപ്പാണ് കൊടുത്തിട്ടുള്ളത്. കൊള്ളാം, യാതൊരു തർക്കമില്ല. ഒരു വാച്ചിലേക്ക് നമ്മൾ കൂടുതൽ സമയം നോക്കുന്നത് എങ്ങോട്ടാണ്? ഡിസ്പ്ലേയിലേക്കാണ്. കാരണം അതിലാണല്ലോ സമയം അറിയാനാണല്ലോ നമ്മൾ വാങ്ങിച്ചത്. വേറെ കുറേ ആവശ്യങ്ങളുണ്ട്, അതൊക്കെ അവിടെ കിടക്കട്ടെ. അതിൻ്റെ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. 1.75 ഇഞ്ചിൻ്റെ LCD ഡിസ്പ്ലേ തന്നെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ബിഗ് സൈസുള്ള ഡിസ്പ്ലേ ആണെന്ന് പറയാം. പക്ഷേ ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? AMOLED ഡിസ്പ്ലേ അല്ല മക്കളെ, AMOLED ഡിസ്പ്ലേ അല്ല. അതും കൂടെ ആണെങ്കിൽ പറയേ വേണ്ട. പക്ഷെ ബഡ്ജറ്റ് അല്ലേ, അത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. 320x385 പിക്സൽ റെസൊല്യൂഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല കളർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് 5 ലെവൽ വരെ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഔട്ട്ഡോർ ഒക്കെ പോകുന്ന സമയത്ത് നല്ലൊരു ക്വാളിറ്റി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത് പറയാം. ഓട്ടോ ബ്രൈറ്റ്നസ് ഇല്ല കേട്ടോ, അത് നമ്മൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കേണ്ടി വരും. എന്നാലും നിങ്ങൾക്ക് ഈ കാണുന്ന രീതിയിൽ തന്നെ ഔട്ട്ഡോർ വിസിബിലിറ്റി ഉണ്ട്. വെള്ളമായി കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. IPS 68 വാട്ടർ റെസിസ്റ്റൻറ്റ് ഇതിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് വെള്ളമായെന്ന് വിചാരിച്ചോ അല്ലെങ്കിൽ ഒന്ന് സ്വിം ചെയ്യാനൊന്നും യൂസ് ചെയ്തു എന്ന് വിചാരിച്ചോ അതിനൊന്നും യാതൊരു കുഴപ്പമില്ല. ഇതൊക്കെ ഉണ്ടെന്ന് വിചാരിച്ച് വെറുതെ വെള്ളത്തിട്ട് ഇങ്ങനെ മുക്കി കളിക്കണ്ട.
ബാറ്ററി ബാക്കപ്പ് വലിയ സംഭവമാക്കി പറയാനൊന്നുമില്ല. 300 mAh ആണ് ഇതിൽ ബാറ്ററി കൊടുത്തിട്ടുള്ളത്. ഏകദേശം അപ് ടു 5 days ബാറ്ററി ബാക്കപ്പ് ആണ് കമ്പനി പറയുന്നത്. അത്ര ഒന്നും എന്തായാലും കിട്ടില്ലടേ, ഒരു 2 daysോ 3 daysോ. കാരണം അമ്മാതിരി ഫീച്ചേഴ്സൊക്കെയാണ്. കോളിംഗ് ഫീച്ചറൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ പറയേ വേണ്ട. മാക്സിമം പോയ 2 days ഒക്കെ നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. അവൻ പറയാത്ത വേറൊരു കാര്യം കൂടെ, എനിക്ക് പിന്നെ ആരും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. 100% ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2.5 മണിക്കൂർ ഇരുന്ന് ചാർജ് ചെയ്യണം. 2.5 മണിക്കൂറേ, അതൊരുമാതിരി ചെയ്ത്തായിപ്പോയി. കോൾ ഫീച്ചർ എന്തായാലും ഇതിലുണ്ട് എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ അതിലെന്തൊക്കെയാണുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 10 കോൺടാക്ട്സ് വരെ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എമർജൻസി ആയിട്ട് വിളിക്കേണ്ട ഏതെങ്കിലും നമ്പർ ആഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഫോൺ എടുക്കാതെ നമ്പർ ഡയൽ ചെയ്യാതെ നമുക്ക് ഒറ്റ ക്ലിക്കിൽ തന്നെ നമുക്ക് കോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് കോൾ ഹിസ്റ്ററി അറിയാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ മൊബൈൽ എടുക്കാതെ ഡയൽ പാഡിൽ നമുക്ക് ഇതിൽ നിന്ന് തന്നെ ടൈപ്പ് ചെയ്തിട്ട് കോൾ ചെയ്യാം. പിന്നെ ആ കോൾ മ്യൂട്ട് ചെയ്യണമെങ്കിൽ അതേപോലെ തന്നെ നമുക്ക് സൗണ്ട് കൂട്ടണമെങ്കിൽ കുറക്കണമെങ്കിൽ കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇനി കോൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് തന്നെ അറ്റൻഡ് ചെയ്യാം, ഇതിൽ നിന്ന് തന്നെ സംസാരിക്കാം, ഇതിൽ നിന്ന് തന്നെ കേൾക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ല ഒരു കോളിൻ്റെ ഐക്കൺ, അത് അങ്ങോട്ട് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് കോൾ വരുമ്പം ഇതിലേക്കൊന്നും നോട്ടിഫിക്കേഷനോ കോളോ കാര്യങ്ങളൊന്നും വരില്ല. അത് എനാബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് കോൾ വരും. അപ്പോൾ അത് ബാറ്ററി ലാഭിക്കാനും പല സന്ദർഭങ്ങളിലും ബുദ്ധിമുട്ടാവാതെ ഇരിക്കാനും സഹായിക്കും. ഇപ്പം ഞാൻ സംസാരിക്കുന്നത് ഇതിൻ്റെ മൈക്കിലൂടെ ഉള്ള ആ ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത്. ഇപ്പോൾ കണ്ടില്ലേ, ഹലോ ഹലോ ഹലോ, നിങ്ങൾ കേൾക്കുന്നതൊക്കെ ഈ ഒരു മൈക്കിലൂടെയാണ്. ഹലോ ഹലോ ഹലോ, അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ട്. ഹലോ 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 ഹലോ. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു സ്പീക്കർ ക്വാളിറ്റി വരുന്നത്. ഇനി അധികമായി കഴിഞ്ഞാൽ അലമ്പാവും. എന്തുവാടെ ഇത്? ഓക്കെ, അപ്പൊ സ്പീക്കർ ക്വാളിറ്റിയും മൈക്ക് ക്വാളിറ്റിയും നിങ്ങൾ കണ്ടു. നിങ്ങൾ തന്നെ വിലയിരുത്തുക എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. യെസ്, ഇനി ഇതിൻ്റെ ഫംഗ്ഷൻസ് നോക്കുകയാണെങ്കിൽ വലിയ ബിൽഡപ്പ് ആയിട്ട് പറയാനൊന്നുമില്ല. സാധാരണ സ്മാർട്ട് വാച്ചിൽ വരുന്ന പോലെ തന്നെ ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് ഉണ്ട്, സ്ലീപ്പ് ട്രാക്കിംഗ് ഉണ്ട്, അതേപോലെ തന്നെ ഓക്സിജൻ സാച്ചുറേഷൻസ് ഉണ്ട്, പിന്നെ സ്റ്റെപ്പ്, ബ്രീത്ത്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. ഇതൊക്കെ പ്രോപ്പറായിട്ട് കിട്ടുമോ, ഇതൊക്കെ സംഭവമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും പ്രോപ്പറായിട്ട് കിട്ടില്ല എന്നത് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. അപ്പോൾ നമ്മൾ സാധാരണ ലാബിൽ പോയിട്ട് ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ അതിൻ്റെ അഡീഷണൽ ആയിട്ടുള്ള കറക്റ്റ് മെഷീനറീസ് ഒക്കെ വെച്ച് ചെയ്യുന്ന പോലെയൊന്നും ഈ ഒരു ചെറിയൊരു കുട്ടി സെൻസറൊന്നും വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. എങ്കിലും നമുക്ക് ഏകദേശമൊക്കെ അറിയാം സാധിക്കും. സ്ട്രെസ് മോണിറ്ററിങ് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ആ സമയത്ത് നല്ല ഡിലേ ഉണ്ട്, അത്യാവശ്യം നല്ല ഡിലേ ഉണ്ട്. ബാക്കിയുള്ളതിനൊന്നും പ്രശ്നമില്ല, പക്ഷെ ഇത് അത്യാവശ്യം നമ്മുടെ ടൈം നന്നായിട്ട് കളയുന്നുണ്ട്. സാധാരണ വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട്. അലാറം ഉണ്ട്, ടൈമർ ഉണ്ട്, സ്റ്റോപ്പ് വാച്ച് ഉണ്ട്, വേൾഡ് ക്ലോക്ക് ഉണ്ട്, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ 100+ സ്പോർട്സ് മോഡുകളുണ്ട്. 100+ എന്നൊക്കെ പറയുമ്പോൾ ഒരു കേൾക്കാൻ ഒരു സന്തോഷമാണെന്നുണ്ടെങ്കിലും ഞാനിതിലാകെ 1-2 ഒന്ന് വെറുതെ അപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളൂ. അല്ല നിത്യജീവിതത്തിൽ ഞാനിതൊന്നും യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഫിറ്റ്നസ്, അതേപോലെ ജിമ്മിൽ അവിടെയൊക്കെ പോകുന്നവർക്കും ഇത് കാര്യമായിട്ട് നോക്കുന്ന ആളുകൾക്കൊക്കെ ഉപകാരപ്പെടുള്ളൂ. അല്ല നിങ്ങളിത് 100+ എന്ന് കണ്ടു വിചാരിച്ച് നിങ്ങൾക്ക് ഉപകാരമില്ലാതെ വലിയ സംഭവമായിട്ട് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സ്റ്റോക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ അതിൻ്റെ റിസൾട്ട് കറക്റ്റായിട്ട് ഇതിൽ കാണാൻ സാധിക്കും. ആപ്പായിട്ട് കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെയാണ് നിങ്ങൾക്ക് അറിയേണ്ടതെന്ന് വെച്ചാൽ അത് അങ്ങോട്ട് ആഡ് ചെയ്ത് വെച്ചാൽ അതിൻ്റെ കറക്റ്റ് റിസൾട്ട് ഇതിലാണ്ട് നോക്കിയാൽ മതി. മൊബൈൽ ഫോൺ എപ്പോഴും എടുത്ത് നോക്കേണ്ട ആവശ്യം വരുന്നില്ല. പ്രധാന ഫീച്ചറായുള്ള ഫ്ലാഷ് ലൈറ്റ് ഉണ്ടോ? അതുണ്ട്. ഫ്ലാഷ് ലൈറ്റ് ഉണ്ട്. ഫ്ലാഷ് ലൈറ്റ് ഇല്ലാതെ കളിയുണ്ടോ? നിങ്ങൾക്ക് ഇങ്ങനെ ലൈറ്റ് അടിപൊളിയാണ്. മൊബൈൽ ലോങ് വെച്ചിട്ട് നമുക്ക് സ്മാർട്ട് വാച്ചിലൂടെ വേണമെങ്കിൽ അതിൻ്റെ ഷട്ടർ കൺട്രോൾ ചെയ്യാൻ പറ്റും. നിങ്ങളിങ്ങനെ ഇതേപോലെ ഷെയ്ക്ക് ചെയ്യുകയാണെന്നെങ്കിൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ബ്ലൂടൂത്ത് മുഖാന്തരം മൊബൈലുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലൂടെ മ്യൂസിക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ മ്യൂസിക് നെക്സ്റ്റ് ചെയ്യണമെങ്കിലും പൗസ് ചെയ്യണമെങ്കിലും വോളിയം കൂട്ടണമെങ്കിലും വോളിയം കുറക്കണമെങ്കിലൊക്കെ ഇതിലുണ്ട്. ഇതിന് മുന്നേ പരിചയപ്പെടുത്തിയാൽ നമുക്ക് സ്പീക്കറിലൂടെ പാട്ട് കേൾക്കാനുള്ള ഓപ്ഷനും കൂടെ ഉണ്ടായിരുന്നു, കാരണം സ്പീക്കറൊക്കെ കൊടുത്തതല്ലേ. പക്ഷെ ഇതിലതില്ല. ഇതിൽ നമുക്ക് കോൾ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അത് കേൾക്കാനുള്ള ഫെസിലിറ്റി മാത്രമേ ഉള്ളൂ. പിന്നെ ഇനിയിപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ സ്മാർട്ട് വാച്ചിൽ പാട്ട് കേട്ടാ ഇവിടെ 5.1 ഹോം തിയേറ്റർ ഉണ്ടായിട്ട് തന്നെ സൗണ്ട് പോരാ. കണക്ട് ചെയ്യുന്നതും മറ്റുള്ള ഫീച്ചേഴ്സൊക്കെ ആഡ് ചെയ്യുന്നതും ആപ്ലിക്കേഷൻ മുഖാന്തരമാണ്. നോയ്സിൻ്റെ ആപ്ലിക്കേഷൻ അത്യാവശ്യം ഇമ്പ്രൂവ് ആയിട്ട് വരുന്നുണ്ടെന്ന് തന്നെ പറയാം. പുതിയ ഫീച്ചേഴ്സൊക്കെ അവർ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. 100+ ക്ലൗഡ് ബേസ്ഡ് വാച്ച് ഫേസ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. ഒരുപാട് എണ്ണം പല രീതിയിലും പല മോഡലുകളിലും ഈ കാണുന്ന രീതിയിലൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സിങ്ക് ആകുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് കൊടുത്താൽ മതി, നേരെ അപ്പം തന്നെ വളരെ ഫാസ്റ്റാണ്. അതിലൊന്നും യാതൊരു പ്രശ്നവുമില്ല. ആപ്ലിക്കേഷൻ ഇൻ്റർഫേസ് ഇത് ഇങ്ങനെയാണ് വരുന്നത്. ഇതിൽ എല്ലാ സെറ്റിംഗ്സും അവൈലബിൾ ആണ്. നമുക്ക് നോട്ടിഫിക്കേഷൻ്റെ ആ ഒരു ഇത് വരുന്നത് നമുക്ക് പലതും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സെറ്റിംഗ്സ് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് ഡ്രിങ്ക് വാട്ടർ, ഹാൻഡ് വാഷ്, നോട്ട്സ്, റിമൈൻഡർ, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് ഇതിൽ ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ചെയ്യാൻ സാധിക്കും. സ്റ്റോക്കിൻ്റെ സംഭവങ്ങൾ നമുക്ക് ഇതിലൂടെ ആഡ് ചെയ്യാൻ സാധിക്കും. നമുക്ക് കോൺടാക്ട്സ് എത്ര എണ്ണമാണോ വേണ്ടതെന്ന് വെച്ചാൽ അത് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റിയും നമുക്ക് ഈ ഒരു ആപ്പ് മുഖാന്തരം ചെയ്യാവുന്നതാണ്. ഇതിൽ ആപ്പിൾ യൂസേഴ്സിന് ഒരുപാട് പരിമിതികളുണ്ട്. ഇപ്പോൾ കോൾ ഫീച്ചേഴ്സിലായാലും SMS നമ്മൾ അയക്കുന്നതിലായാലും പിന്നെ ആപ്പിൽ കുറച്ച് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ കുറവാണ്. ഇങ്ങനെയൊക്കെയാണ്
നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആപ്പിൾ യൂസേഴ്സ് എന്തായാലും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇതൊന്നും വാങ്ങിക്കാൻ നിൽക്കണ്ട. ഒരുമാതിരിപ്പെട്ട ഫീച്ചേഴ്സ് ഒന്നും ഇല്ലടേ. പിന്നെ ഇപ്പോൾ വെറുതെ എന്തിനാ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല, വേറെ മോഡലിലേക്കൊക്കെ പോകാവുന്നതാണ്. യെസ്, ഇനി ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പലപ്പോഴും പല പ്രോഡക്റ്റിൻ്റെയും പ്രൈസ് പറയാറില്ല. കാരണം പലപ്പോഴും ആ പ്രൈസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കാം, ചിലപ്പോൾ കുറഞ്ഞിട്ടും കൂടിയിട്ടൊക്കെ നിൽക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞത് കൂടാനും പാടില്ല കുറയാനും പാടില്ല, അതുകൊണ്ടാണ് പ്രൈസ് പറയാത്തത്. എന്തായാലും ഇപ്പോൾ ഇതിന് 3999 രൂപയ്ക്കാണ്. എന്നാൽ നമ്മൾ അറിയാതെ അവർ 3499 രൂപയ്ക്കും ഇതായി ഇറങ്ങിയ സമയത്ത് വിറ്റിട്ടുണ്ട്. എന്തായാലും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ആദ്യം പ്രൈസ് കൺഫേം ചെയ്യണം. ഈ പറയുന്ന പ്രൈസ് എല്ലാവർക്കും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഓഫർ ലഭിക്കാം, ചിലപ്പോൾ കൂടാം കുറയാം ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കാം. യെസ്, അപ്പോൾ ഈ പറഞ്ഞ ഫീച്ചേഴ്സ് ഒക്കെയാണ് ഈ കളർഫിറ്റ് അൾട്രാ ബസ് എന്ന് പറഞ്ഞ ഈ ഒരു മോഡൽ വരുന്നത്. അപ്പോൾ അത്യാവശ്യം നമുക്ക് ബിഗ് ഡിസ്പ്ലേ ആണ്, അതേപോലെ തന്നെ ബ്ലൂടൂത്ത് കോളിംഗ് ഫീച്ചർ ഉണ്ട്, സ്റ്റോക്ക് മാർക്കറ്റിങ്ങിൻ്റെ റിസൾട്ട് അറിയാൻ സാധിക്കും, പിന്നെ UIയും കാര്യങ്ങളും പെർഫോമൻസും മൊത്തത്തിൽ ഓൾറൗണ്ട് നോക്കുമ്പം കുഴപ്പമൊന്നുമില്ല ഈ ഒരു ബഡ്ജറ്റ് പ്രൈസിൽ നോക്കുന്ന സമയത്ത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. പിന്നെ നമ്മളെ അഭിപ്രായങ്ങളൊക്കെ പറയാനാണ് അവിടെ കമൻറ്റ് ബോക്സ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതേപോലുള്ള വീഡിയോസ് വരികയുള്ളൂ. അല്ലെങ്കിൽ ഇതേപോലുള്ള വീഡിയോസ് വേണ്ടാന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. പിന്നെ പുതിയ പ്രോഡക്റ്റുകൾ വേണോ, എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ നമ്മൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ എന്തായാലും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.